ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ബേമാക്സിൻ്റെ എപ്പിസോഡ് 3 ആയിട്ടാണ്. കഴിഞ്ഞ എപ്പിസോഡായിട്ടും കണ്ടിട്ടില്ലേ, പോയി കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോവാം. ബേമാക്സ് ഇന്ന് ആരൊക്കെ സഹായിക്കാൻ പോകുന്നത് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എപ്പിസോഡ് 3 സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ കാണിക്കുന്നത് ഒരു സ്കൂളാണ്. ഒരു സ്കൂളിലാട്ടെ നമ്മുടെ ബേമാക്സ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് ക്ലാസ് എന്നറിയാൻ എങ്ങനെയാണ് ഈ ബാൻഡേജ് ഒക്കെ കിട്ടുക എന്ന് ബേമാക്സ് എല്ലാ കുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ബേമാക്സ് ആണെങ്കിൽ വളരെ വലിയ മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ ബേമാക്സിന് എല്ലാ സ്ഥലത്തും ബാൻഡേജ് കിട്ടി ടീച്ചർ അവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ പഠിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ബാക്കിലെ രണ്ട് കുട്ടികളാകട്ടെ നല്ല കളിയിലാണ്. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ടീച്ചർ ബേമാക്സിനോട് താങ്ക്സ് ഒക്കെ പറയുകയാണ്. താങ്ക്സ് പറയുമ്പോൾ തന്നെ ബേമാക്സിനോട് ടീച്ചർ പറയുന്നുണ്ട്, ഉച്ചയ്ക്ക് ശേഷം ടാലൻറ്റ് ഷോ ആണ്, എല്ലാവരും ഡ്രസ്സൊക്കെ മാറി വരണം എന്ന് പറയുകയാണ്. ബേമാക്സിനോടും കുട്ടികളോടാണ് ടീച്ചർ കാര്യം പറയുന്നത്. അങ്ങനെ നേരെ സംസാരിക്കുന്ന രണ്ട് കുട്ടികളല്ലേ, അതിലൊരു കുട്ടി ചോദിക്കുകയാണ്, അലി നീ റെഡിയാണോ ചോദിക്കുകയാണ്. ആ കുട്ടി അതേന്ന് പറയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാഷ്റൂമിലൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും പുറത്തേക്ക് പോകാൻ റെഡി ആവുകയാണ്. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സംസാരിക്കുകയാണ്, നമ്മുടെ കൂടെ ആരായിരിക്കും വരാൻ പോകുന്നത്, ലാനാതാരിക്കറ്റോ ആയിരിക്കുമോ എന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് പോവുകയാണ് ഇവർ. അങ്ങനെ അവൾ പതിയെ പതിയെ ബാത്റൂമിൽ കയറുകയാണ്. ബാത്റൂമിൽ കയറുമ്പോൾ തന്നെയാണ് അവൾക്ക് ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം നടക്കുന്നത്. അവൾക്ക് അവിടെ നിന്ന് ഫസ്റ്റ് മെനിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് കണ്ടത് അവൾക്കാകെ ഭ്രാന്ത് പിടിച്ചു. ഓ നോ 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 എന്ന് പറയാണ്. കാരണം അവൾക്ക് ഒട്ടും അറിയില്ല എന്ത് സ്റ്റാർട്ടാവുന്നത്. അങ്ങനെയാട്ടെ ഇവൾ അവിടുത്തെ ടിഷ്യൂ പേപ്പറൊക്കെ എടുത്തിട്ട് വാരി എടുത്തിട്ട് ഓ നോ നോ എന്ന് പറഞ്ഞാൽ അവൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു ഈ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇവളെ സൗണ്ട് കേട്ടിട്ട് നമ്മുടെ അണ്ണൻ അങ്ങോട്ട് എത്തുകയാണ്, നമ്മുടെ ബേമാക്സ്. കറക്റ്റാകട്ടെ അത് ഓൾ ജെൻഡർ ബാത്റൂം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ബേമാക്സ് അവിടേക്ക് വരികയാണ്. അങ്ങനെ ബേമാക്സ് അവിടെ വന്ന് ഈ കുട്ടിയോട് ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് സഹായം വേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി ഒന്ന് മടിക്കുകയാണ്, ഒന്നും പറയാതെ നിൽക്കുകയാണ്. ബേമാക്സ് സ്കാൻ ചെയ്തപ്പോൾ ബേമാക്സിൻ്റെ കാര്യം മനസ്സിലാണ്. നിനക്ക് ഫസ്റ്റ് മെനിസ്ട്രേഷൻ ഇപ്പോൾ സ്റ്റാർട്ടായിരിക്കുമെന്ന് പറയുകയാണ്. അതായത് മെനാർക്ക് അതാണ് നിനക്ക് ഇപ്പോൾ ഉള്ളതെന്ന് പറയാണ്. ആദ്യം അവളൊന്ന് പറയാൻ മടിച്ചെങ്കിൽ പിന്നെ അവൾ പറയാണ്, എനിക്കിത് അറിയില്ല, എനിക്കിത് ഒട്ടും അറിയില്ല, ഇതെന്താ ചെയ്യേണ്ടതെന്ന്, എനിക്കൊന്ന് പറഞ്ഞു തരുമോ, എനിക്കിന്ന് ടാലൻറ്റ് ടെസ്റ്റ് ഉള്ളതാണോ എന്നൊക്കെ പറയാണ്. അങ്ങനെ ബേമാക്സിനോട് അവൾ ഓരോ കാര്യം അവൾക്കുള്ള ഓരോ ബുദ്ധിമുട്ടൊക്കെ പറയാണ്. അങ്ങനെ ബേമാക്സിനെ അവൾ ബാത്റൂമിലെ വലിച്ചു കയറ്റി കൊണ്ടുപോകാണ്. എന്നിട്ട് അവിടുന്ന് ബേമാക്സിനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയാണ്. അങ്ങനെ ആ കുട്ടി പറയാണ്, ബേമാക്സ് എനിക്ക് വയറുവേദന എടുക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ ബേമാക്സ് പറയാണ്, ഇതൊക്കെ സാധാരണമാണ്, നീ ഇവിടെ നിൽക്ക്, ഞാൻ നിനക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഇപ്പോൾ വരാം, നീ ഒരിക്കലും പേടിക്കേണ്ട, നിനക്കുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാൻ പരിഹരിച്ചു തരാമെന്ന് പറയാണ്. അങ്ങനെ ബേമാക്സ് അവിടെ നിന്ന് നേരെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ ഒരുപാട് പാഡ്സ് ഒക്കെ കാണുകയാണ്. ഇത് കണ്ടതും ബേമാക്സിന് ഒന്നും തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. കാരണം ഇതിനുള്ള കാരണങ്ങൾ, ഇതിനുള്ള ഉത്തരം ഒന്നും ബേമാക്സിന് വലിയൊരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ ബേമാക്സ് ആകട്ടെ ആകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അങ്ങനെയാട്ടെ നമ്മുടെ ബേമാക്സ് ഇപ്പോൾ പുറത്താണല്ലോ. അപ്പോൾ ഒരു ബേമാക്സ് ഒരു സ്ത്രീനെ കാണാണ്. ആ സ്ത്രീയോട് ചോദിക്കുകയാണ്, നിങ്ങളിതിൽ ഏത് സെലക്ട് ചെയ്യുന്നു ചോദിക്കുകയാണ്. അപ്പോൾ പറയും ഞാൻ ഇത് സെലക്ട് ചെയ്യുമെന്ന് പറയാണ്. അങ്ങനെ സംസാരിച്ച് നോക്കുമ്പോൾ തന്നെ അവർ വേറൊരു സ്ത്രീനെ കാണാണ്. ആ സ്ത്രീ ആയിട്ട് ഞാൻ ഇത് സെലക്ട് ചെയ്യുമെന്ന് പറയാണ്. വേറൊരു സ്ത്രീ ആയിട്ട് ഞാൻ ഇത് സെലക്ട് ചെയ്യും, ഫസ്റ്റ് അല്ലേ ഇത് സെലക്ട് ചെയ്താൽ മതി. അങ്ങനെ പല ആൾക്കാരും പല ഒപ്പീനിയൻ പറയാണ്. അങ്ങനെ ബേമാക്സ് ആകട്ടെ ആകെ കിളി പോയി വട്ടായിട്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ട് വട്ടായ ബേമാക്സ് ആകട്ടെ എല്ലാ സാധനവും കൂടെ ഒരുമിച്ച് വാങ്ങുകയാണ്, അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. അങ്ങനെ ബേമാക്സ് നേരെ ആ വാഷ്റൂമിൽ എത്തുകയാണ്. അന്നപ്പം തന്നെ നമ്മുടെ സോഫിയ, നമ്മുടെ പെൺകുട്ടിയാകട്ടെ ബാത്റൂമിലായിരുന്നു. ബേമാക്സ് വെന്റിലേറ്ററിലൂടെ എല്ലാ സാധനവും എത്തിച്ചു കൊടുക്കുകയാണ് അവൾക്ക്. ഇത്രയും സാധനം ആദ്യമായിട്ട് കണ്ടതുകൊണ്ട് തന്നെ സോഫിയയ്ക്കും വലിയ പിടുത്തല്ലായിരുന്നു. അവൾക്ക് ഭ്രാന്തായി കുത്തിരിക്കുകയാണ്. അവൾ ഓരോന്ന് തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ പക്ഷേ അവൾക്ക് ഒട്ടും തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആകട്ടെ അവൾ ദേഷ്യപ്പെട്ട് തന്നെ ആ ബാത്റൂമിൽ ഡോറടിച്ച് അങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ ബേമാക്സ് ആകട്ടെ ഒരുപാട് തപ്പി അതിൽ നിന്നൊരു പാഡ് എടുത്ത് അവൾക്ക് കൊടുക്കുകയാണ്. ഞാൻ ഇത് സജസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാണ്. അങ്ങനെ ആ പെൺകുട്ടി ആ പാഡ് യൂസ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഇവൾ അതൊക്കെ യൂസ് ചെയ്യാണ്. പക്ഷേ ഇവൾ ഒട്ടും തന്നെ കംഫോർട്ട് ആയിരുന്നില്ല. ഇവൾക്കാണെങ്കിൽ ഒന്നായിട്ട് ഭ്രാന്ത് പിടിച്ച് കുത്തിരിക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവൾക്കാണെങ്കിൽ ഇതിൻ്റെ കൂടെ പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവൾ ആ ടോയ്ലറ്റ് പേപ്പേഴ്സ് ഇല്ലേ അതൊക്കെ വെച്ച് ഒരു വീട് തന്നെ അതുള്ളിൽ ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് ഞാൻ ഇതിലാണ് ജീവിച്ചിരിക്കാൻ പോകുന്നതെന്ന് പറയാണ്. അങ്ങനെ ബേമാക്സ് ഇവളെ ഒരുപാട് തരത്തിൽ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഇവളൊട്ടും മോട്ടിവേറ്റഡ് ആകുന്നില്ല. കാരണം ഇവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവൾ ആകെ ഭ്രാന്ത് പിടിച്ച് ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് പോലും അറിയില്ല എന്ന് പറയാണ്. ഈ നേരത്താണ് നമ്മുടെ വെന്റിലേറ്ററിനുള്ളിൽ കൂടെ അലി അങ്ങോട്ട് എത്തുന്നത്. ഇവനെ കണ്ടത് സോഫി പറയാണ്, പറ്റില്ല, എനിക്ക് ഈ ടാലൻറ്റ് ഷോയിൽ അഭിനയിക്കാൻ പറ്റില്ല എന്നൊക്കെ അവൾ പറയാണ്. ഇത് കണ്ടത് അവൻ പറയാണ്, നീ എന്താണ് ഇങ്ങനെ, നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യേണ്ടത്, നമുക്ക് കപ്പടിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് അവളെ മോട്ടിവേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അവൾക്ക് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല അതിൽ പങ്കെടുക്കാൻ. അങ്ങനെ നമ്മുടെ അലി ആകെ തന്നെ സാഡായി നിൽക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മുടെ ചെറുക്കന് വേറെ വഴിയില്ലാത്തത് കൊണ്ട് തന്നെ അവൻ ഷോയിൽ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഇത് കേട്ടതും ബേമാക്സ് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ് ഷോയ്ക്ക് പോകാത്തതെന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവൾ പറയാണ്, എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല ഈ കണ്ടീഷനിൽ പോകാനെന്ന്. അങ്ങനെ ബേമാക്സ് അവിടെ ഇരുന്ന് അവളെ ഉപദേശിക്കാൻ തുടങ്ങുകയാണ്. നീ എന്തിനാണ് പേടിക്കുന്നത്, നിനക്ക് എന്ത് സംഭവിച്ചാലും ഇത് നീ തന്നെയാണ്, നിൻ്റെ ശരീരം ഒട്ടും മാറാൻ പോകുന്നില്ല എന്ന് പറയാണ്. ഇത് കേട്ടത് അവൾ തന്നെ പറയുകയാണ്,
അത് നിനക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടാണ്. എൻ്റെ കസിൻ ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് അവളെ എല്ലാവരും അവോയ്ഡ് ചെയ്തു. അവളെ ആരും കുട്ടിയായി കൺസിഡർ ചെയ്തില്ല. എനിക്ക് ഇനിയും കുട്ടിയായിരിക്കാനാണ് താല്പര്യം. എനിക്ക് ഇതിൻ്റെ ഒരു പ്രായമായിട്ടില്ല എന്നൊക്കെ അവൾ പറയാണ്. അങ്ങനെ ബേമാക്സിനും തോന്നുകയാണ് എന്താ അവൾക്ക് പറ്റിയെന്ന്. കാരണം അവൾക്കൊരു വലിയ കുട്ടിയെ അവൻ്റെ അടുത്ത് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവൾക്കൊരു ചെറിയ കുട്ടിയെ എൻജോയ് ചെയ്തിരിക്കാനായിരുന്നു എപ്പോഴും താല്പര്യം. ഇതിനൊന്നും സമയമായിട്ടില്ല എന്നാണ് അവൾ ബേമാക്സിനോട് പറയുന്നത്. നീ എന്താണ് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? നീ ചെറിയൊരു കുട്ടി തന്നെയാണ്. നീ പ്രീ ടീനേജാണ്. നിനക്ക് 12 വയസ്സായിട്ടുള്ളൂ. നീ ഒരിക്കലും കൊച്ചു കുട്ടിയാണ്. അല്ലാണ്ട് വലിയ കുട്ടിയെ ഒരിക്കലും മാറുന്നില്ല. നീ വലിയൊരു കുട്ടിയായിട്ട് മാറുന്നില്ല. നിന്റെ കസ്റ്റംസൊക്കെ വെച്ച് നീ എപ്പോഴും ചെറിയ കുട്ടിയാണെന്ന് പറയാണ്. അങ്ങനെ അവൾ നേരെ പോയി കണ്ണാടിയിലൊക്കെ വെച്ച് നോക്കുകയാണ്. അങ്ങനെ അവൾക്ക് തന്നെ തോന്നുകയാണ് താൻ വിചാരിച്ചതൊക്കെ തെറ്റായിരുന്നു എന്ന്. അങ്ങനെ നേരെ പോയി അവൾ ബേമാക്സിനെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ അവൾ രണ്ടുപേരും, അതായത് അവളും അലിയും ആ ടാലൻറ്റ് ഷോയിൽ പങ്കെടുക്കുകയാണ്. അവൾ യോയോ ഡാൻസ് ഒക്കെ ചെയ്യാണ്. അങ്ങനെ അവർക്ക് രണ്ടുപേർക്ക് ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടുകയാണ്. അങ്ങനെ അവർ 3 പേരും കൂടെ ഹാപ്പി ആയിട്ട് തന്നെ ഒരു ഫോട്ടോയൊക്കെ എടുക്കുകയാണ്. അങ്ങനെ ഈ സ്റ്റോറി ഹാപ്പി എൻഡിങ് ആവുകയാണ്. അവസാനം ബേമാക്സ് അവൻ്റെ ഓണറിനെ പോയി കാണുകയാണ്. ബേമാക്സ് ആയിട്ട് അവിടുന്ന് യോയോ ഒക്കെ കളിക്കുന്നുണ്ട്. ബേമാക്സിൻ്റെ വിചാരം ഇവൻ്റെ ഓണർക്ക് ഒന്നും തന്നെ അറിയില്ല എന്നാണ്. പക്ഷേ ഇവൻ്റെ ഓണർ ബേമാക്സ് എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ഇയാൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. അടുത്തൊരു എപ്പിസോഡായിട്ട് വരുന്നവരെ ടാറ്റാ.